السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي رسولنا صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها المؤمنون، قال الله عز وجل في كتابه الكريم: إن هذا القرآن يهدي للتي هي أقوم. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ കിതാബിൽ നമ്മളോട് പറഞ്ഞു, തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും നേരെയായതിലേക്ക് വഴി നയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനിനെ കുറിച്ചിട്ടാലോചിച്ചാൽ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അതിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ, അതിനെക്കുറിച്ച് ആലോചിച്ചാൽ, ഏറ്റവും നല്ല വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വ്യക്തമാക്കി തന്നത്, പഠിപ്പിച്ചു തന്നത് നമുക്കൊരുപാട് കാണാൻ കഴിയും. അതിനെക്കുറിച്ച് എണ്ണിയാൽ നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല. കഴിഞ്ഞ ഖുത്ബയിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ കിതാബ് അത് പഠിക്കാൻ, അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിനെ ഒന്ന് നോക്കിയാൽ, ഒരു ക്ലിക്ക് ചെയ്താൽ, ഒരു ബട്ടൺ അമർത്തിയാൽ അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങൾ, അതിൻ്റെ ആശയങ്ങൾ നമുക്കിന്ന് ലഭ്യമാണ്, നമുക്കിന്ന് ലഭിക്കും. പക്ഷേ അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമുക്ക് സമയമില്ല. ആരൊക്കെയോ എന്തൊക്കെയോ തോന്നിയത് എഴുതിയ സ്റ്റാറ്റസുകൾ വായിക്കാൻ നമുക്ക് സമയമുണ്ട്. ആരൊക്കെയോ എടുത്ത ഫോട്ടോകൾ അവരുടെ സ്റ്റാറ്റസുകളാക്കി വെച്ചത് കാണാൻ നമുക്ക് സമയങ്ങളുണ്ട്. അതുപോലെ തന്നെ ആരൊക്കെയോ അവരുടെ തലയിൽ തോന്നിയ അഭിപ്രായങ്ങൾ പറയുവാൻ വേണ്ടി യൂട്യൂബിൽ ചാനൽ തുടങ്ങിയതിൻ്റെ മുഴുവൻ വീഡിയോകളും കാണാൻ നമുക്ക് സമയമുണ്ട്. പക്ഷെ റബ്ബുൽ ആലമീൻ സുബ്ഹാനഹു വ തആല അവൻ ലോകത്തെ മുഴുവൻ മനുഷ്യരോടും അവർക്ക് നന്മക്ക് വേണ്ടി ഇറക്കിയ ഖുർആനിനെ വായിക്കാൻ, അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാൻ, അതിൻ്റെ അർത്ഥം പഠിക്കാൻ, ആരൊക്കെയോ എഴുതിയ ഗ്രന്ഥങ്ങൾ വായിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് പഠിക്കാൻ നമ്മൾ തയ്യാറാണ്. അതിൻ്റെ ആശയം മനസ്സിലാക്കാൻ ഡിക്ഷണറികൾ പരതാൻ നമ്മൾ തയ്യാറാണ്. അന്വേഷിക്കാൻ, പഠിക്കാൻ ഇംഗ്ലീഷ് പറയണം. അതുപോലെ തന്നെ മറ്റു ഭാഷകൾ മനസ്സിലാക്കണം. എങ്കിലേ ആ ഭാഷയിൽ അവർ പറഞ്ഞത് മനസ്സിലാകൂ എന്ന അർത്ഥത്തിൽ അതിനെക്കുറിച്ച് ആലോചിക്കാനും പഠിക്കാനും കഷ്ടപ്പെടാനും ആളുകൾ തയ്യാറാണ്. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അറബി പഠിക്കണം, അതല്ലെങ്കിൽ അറബി പഠിച്ചില്ലെങ്കിലും അള്ളാഹുവിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കാൻ വിശ്വാസയോഗ്യമായ ഏതെങ്കിലും ട്രാൻസ്ലേഷനുകളിലൂടെ ഒന്ന് കണ്ണോടിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ, സഹോദരങ്ങളെ, നമ്മളുടെ അവസ്ഥ നമ്മൾ പുനഃപരിശോധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ അത് നമ്മൾ ഉറ്റാലോചിക്കുമ്പോൾ, അതിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ അതിൽ നമുക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയും. അതിൽ നമുക്കൊരിക്കലും ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് കേൾക്കാൻ കഴിയാത്ത വാക്കുകൾ കേൾക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒരു മനുഷ്യനും ഒരിക്കലും ക്രോഡീകരിക്കാൻ കഴിയാത്തത്ര വ്യത്യസ്തങ്ങളായ കാര്യങ്ങളെ ഒരുമിപ്പിച്ചതായി നമുക്ക് ആ ഖുർആനിലൂടെ വായിച്ചെടുക്കാൻ കഴിയും. രാഷ്ട്രീയ തലവന് രാഷ്ട്രത്തലവന്റെ രാഷ്ട്രീയവും, കുടുംബനാഥന്റെ കുടുംബ മര്യാദകളും, അതുപോലെ തന്നെ മകന്റെ മാതാപിതാക്കളോടുള്ള കടമകളും, മാതാപിതാക്കൾക്ക് മകനോടുള്ള കടമകളും എന്നുവേണ്ട ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനായിക്കൊണ്ട് ജനിക്കുകയും അങ്ങനെ അവസാനിക്കുകയും ചെയ്യുന്ന ആ മനുഷ്യൻ തൻ്റെ ഒന്നാം ദിവസം മുതൽ അവസാന ദിവസം വരെ എങ്ങനെ ജീവിക്കണമെന്ന വ്യത്യസ്ത തലങ്ങൾ ഒരു ജൂതൻ ചോദിച്ചതുപോലെ നിങ്ങളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ടോയ്ലറ്റിൽ പോകേണ്ട മര്യാദ പോലും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതേ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അഭിമാനത്തോടെ പറഞ്ഞ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിനെ സത്യപ്പെടുത്തുമാറ്, സഹോദരങ്ങളെ,
ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും അത്ഭുതങ്ങളുണ്ട്. ലോകത്ത് മറ്റൊരു മനുഷ്യനും ഇത്തരം സുന്നത്തുകൾ പഠിപ്പിക്കാനാകില്ല. ഒരു മനുഷ്യനും, അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ, ഒരു മനുഷ്യനും ഇങ്ങനെ ഒരു കിതാബ് അവതരിപ്പിക്കാൻ സാധിക്കുകയില്ല. മറിച്ച് ലോകത്തിന്റെ റബ്ബിന് മാത്രമേ ഇങ്ങനെ ഒരു കിതാബ് നമുക്ക് പഠിപ്പിച്ചു തരാൻ, ഇറക്കിത്തരാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആനിൽ പറഞ്ഞ ഒരു ചെറിയ ആയത്ത്, ഒരു ചെറിയ സൂറത്ത് നമ്മളെല്ലാവരും പാരായണം ചെയ്യുന്നവരാണ്, നമ്മളെല്ലാവരും ഹിഫ്ള് ചെയ്തവരാണ്. ഏതാണ് ആ സൂറത്ത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ മുഴുവൻ മനുഷ്യരും പഠിക്കാനും പാഠം ഉൾക്കൊള്ളാനും വേണ്ടി ഇറക്കിയ ആ ഖുർആനിലെ അധ്യായം, സഹോദരങ്ങളെ, എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. ദീനിനെ കളവാക്കിയവനെ നീ കണ്ടില്ലയോ? ദീനിനെ കളവാക്കിയവനെ നീ കണ്ടില്ലയോ? എന്താണ് ദീൻ? പരലോകത്ത് കണക്കെടുപ്പുകൾ നടക്കുന്ന ആ ദിനത്തിന്റെ, ആ അന്ത്യദിനത്തിലെ ഹിസാബും മഹ്ശറും എല്ലാം അടങ്ങുന്നതാണ് ദീൻ. നമുക്കറിയാം, മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. ആ പ്രതിഫല ദിവസത്തെ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ആ പ്രതിഫലങ്ങളെ കളവാക്കിയവനെ നീ കണ്ടുവോ? ആരാണ് കളവാക്കിയവൻ? ആരാണ് പ്രതിഫല ദിവസത്തെ കളവാക്കിയവൻ? കാഫിറുകളാണ്. പ്രതിഫല ദിവസത്തെ കളവാക്കിയവൻ കാഫിറുകളാണ്. അവർ ആരായാലും അന്ത്യദിനത്തിൽ ആരാണോ വിശ്വസിക്കാത്തത്, അത് ശരിയല്ലെന്ന് പറഞ്ഞത്, അവൻ അത് കളവാണെന്ന് പറഞ്ഞത്, അവൻ കാഫിറാണ് എന്നതിൽ നമുക്കാർക്കും സംശയമില്ല. ഈ സൂറത്ത് മക്കിയായ സൂറത്താണ് എന്നും മദനിയായ സൂറത്താണ് എന്നും അഭിപ്രായ വ്യത്യാസമുള്ളതിൽ മക്കിയായ ഭാഗം ആദ്യ ഭാഗവും മദനിയായ അവസാന ഭാഗവും ഉണ്ട് എന്ന അഭിപ്രായവും ഉലമാക്കളിൽ കാണാം. അതിനെ ശരിവെക്കുന്ന രൂപത്തിലുള്ള ഘടനയാണ് ഈ സൂറത്തിന്റെ. അതായത് ആദ്യത്തെ ആയത്തുകളിൽ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, അന്ത്യദിനത്തിനെ, ഉയർത്തെഴുന്നേൽപ്പിനെ, വിചാരണയെ കളവാക്കുന്നവനെ നീ കണ്ടില്ലയോ? പല അഭിപ്രായങ്ങളും വന്നു. ആരാണ് ആ കളവാക്കുന്നവൻ? പക്ഷെ ഏറ്റവും ശരിയായ അഭിപ്രായം, ആരൊക്കെ കളവാക്കുന്നുണ്ടോ അവരൊക്കെ അതിൽ പെട്ടു. പലരും ഇത് അബൂജഹലാണെന്ന് പറഞ്ഞ ഉലമാക്കളുണ്ട്. അതുപോലെ തന്നെ അബൂ സുഫിയാൻ മുസ്ലിം ആകുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് എന്ന് പറഞ്ഞവരുണ്ട്. വലീദ് ഇബ്നു മുഗീറയാണെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ ഏറ്റവും ശരിയായ അഭിപ്രായം, ഏതൊരു മനുഷ്യൻ അന്ത്യദിനത്തിനെ കളവാക്കുന്നുണ്ടോ അവനെ നീ കണ്ടില്ലയോ? സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് താക്കീത് നൽകുകയാണ്. കളവാക്കുന്നവൻ അതുപോലെ നീ ആയിത്തീരാൻ പാടില്ല. ഒരു മുസ്ലിം അങ്ങനെ ആവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യദിനത്തെ കളവാക്കിയ കാഫിറുകളുടെ വിശേഷണം എടുത്ത് പറയുകയാണ്. എന്താണ് വിശേഷണം? ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം, അവൻ അനാഥകളെ തള്ളിക്കളയുന്നവനാണ്. അനാഥകളെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരാത്തവനാണ്. അനാഥകളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അവൻ മുന്നിലേക്ക് വരുന്നില്ലെന്ന് മാത്രമല്ല, അവൻ അവരെ അതാ തള്ളുകയാണ്. അവരുടെ അവകാശങ്ങൾ ഹനിക്കുകയാണ്. അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ അവരിൽ നിന്നും തടയുകയാണ്. അനാഥകളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കാത്തവർ, ഏത് ആളുകളുടെ സ്വഭാവമാണത്? കാഫിറുകളുടെ സ്വഭാവമാണ്. കാഫിറുകളുടെ സ്വഭാവമാണ്. നമുക്കറിയാം, അന്ത്യദിനത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ ഇന്ന് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. എന്തിനിങ്ങനെ ഒരു ജീവിതം? ഇതിന്റെ ലക്ഷ്യം എന്താണ്? അവർ അനാഥകളെ സംരക്ഷിച്ചിട്ടും എന്താണ് കാര്യം? പല ആളുകളും ചർച്ചകൾ ചെയ്യുന്നു. മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടതുണ്ടോ? അവരോട് കടമകൾ വീട്ടേണ്ടതുണ്ടോ? ചില ആളുകളുടെ സംസാരം ഇങ്ങനെ ഇത്ര പുതോളം എത്തി. മഹാൻ എന്ന് വിളിക്കുന്ന പല ആളുകളും സംസാരിച്ചത് പശുവാണ് മാതാവിനേക്കാൾ ഉത്തമം എന്നാണ്. പശുവാണ് മാതാവിനേക്കാൾ, സ്വന്തം മാതാവിനേക്കാൾ ഉത്തമം പശുവാണ് എന്ന് മഹാൻ എന്ന് വിളിക്കുന്ന പലരും പറഞ്ഞതായി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് കാര്യം? പശു ജീവിതകാലം മുഴുവൻ പാല് തരുന്നു, മാതാവ് 2 കൊല്ലം പാല് തരുന്നു. പശുവിനെ നമ്മൾ ഖിദ്മത്ത് ചെയ്യേണ്ട, മാതാവിനെ കാലഘട്ടം മുഴുവൻ ഖിദ്മത്ത് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പശുവാണ് മാതാവിനേക്കാൾ ഉത്തമം എന്ന് പറഞ്ഞ പല മഹാൻ വട്ടം കെട്ടിയ ആളുകളും ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്.
അല്ല. എന്നാൽ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം? കാരണം അവർ ആലോചിച്ചിട്ടൊരു ഉത്തരവും കിട്ടിയില്ല. മാതാവിനെ കൊണ്ട് എന്താ ഉപകാരം? പാല് കിട്ടുന്നു. പശുവിനെ കൊണ്ട് അതിനേക്കാൾ കൂടുതൽ പാല് കിട്ടുന്നു. എങ്ങനെ തിരുത്തപ്പെടും? ഈ ബോധത്തെ, ഈ ചിന്തയെ ആരാണ് തിരുത്താനുള്ളത്? തിരുത്തപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ദീനിൽ, യൗമുദ്ദീനിൽ വിശ്വസിക്കുക എന്നതല്ലാത്ത ഒരു വഴിയുമില്ല. മാതാവിനെ ഞാൻ എന്തിനു സംരക്ഷിക്കണം? നാളെ പരലോകത്ത് നീ ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടും എന്ന ബോധ്യമേ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ നിന്നെ പ്രാപ്തനാക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്തിനു സംരക്ഷിക്കണം? മക്കളെ എന്തിനു സംരക്ഷിക്കണം? മക്കളെ എന്തിനു നല്ലവരാക്കണം? എന്തിനു നന്മകൾ ചെയ്യണം? എന്തിനു നല്ല കാര്യങ്ങൾ ചെയ്യണം? എന്തിനു യതീമിനെ സംരക്ഷിക്കണം? അന്ത്യനാളില്ലെങ്കിൽ പാവപ്പെട്ടവനെ എന്തിനു സഹായിക്കണം? അന്ത്യനാളില്ലെങ്കിൽ റോട്ടിൽ മരിക്കാറായി കിടക്കുന്ന ആളെ എന്തിന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം? അന്ത്യനാളില്ലെങ്കിൽ, അന്ത്യനാളിൽ കളവാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ആവശ്യമില്ലാത്ത പണിയാണ്. ഇനി ചില ആളുകൾ അവർ മറ്റുള്ളവരെ കാണിക്കാൻ പലതും ചെയ്യുന്നുണ്ടെങ്കിൽ അതായി. എന്നാൽ ആരിൽ നിന്നും ഒരു പ്രതീക്ഷയും വെക്കാതെ, ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ചെയ്യുന്നവർ, അവർ അന്ത്യനാളിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം, യതീമീങ്ങളെ അവരെ തള്ളിക്കളയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ ആയത്തുകളിൽ യതീമുകളെ സംരക്ഷിക്കുന്ന വിഷയം നമ്മളോട് പഠിപ്പിച്ചു. നമ്മളുടെ നാടുകളിൽ, നമ്മളുടെ കുടുംബങ്ങളിൽ. ഫലഖതഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ ഫക്കു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദി മസ്ഗബ യതീമൻ ദാ മഖ്റബ ഔ മിസ്കീനൻ ദാ മത്രബ. കുടുംബബന്ധമുള്ള യതീമീങ്ങൾ, അവരെ സഹായിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവരെ സംരക്ഷിക്കുക. അതാണ് അഖബ, മലമ്പാത താണ്ടിക്കിടക്കുക എന്ന് പറഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ യസ്അലൂനക അനിൽ യതാമ ഖുൽ ഇസ്ലാഹുൽ ലഹും ഖൈർ, നിങ്ങളോട് അവർ യതീമീങ്ങളെ കുറിച്ച് ചോദിക്കുന്നു, അവർക്ക് നന്മ ചെയ്യലാണ് നന്മ, അവർക്ക് നന്മ ചെയ്യലാണ് നന്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമ ദുൽമൻ ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറ. പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് പിതാവ് മരിച്ചവനാണ് യതീം. ആ പ്രായപൂർത്തിയെത്തുന്നതിന് വരെ അവന്റെ ധനം ചിലപ്പോൾ അവന് കൈകാര്യം ചെയ്യാൻ അറിയുകയില്ല. അത് മുതലാക്കുന്ന ആളുകളെ കാണാം. ആ ആളുകൾ ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറ, അവരുടെ വയറുകളിൽ തീയാണ് നിറക്കുന്നതെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. കുടുംബങ്ങളിൽ യതീമുകൾ ഉണ്ടാകാം. അവരുടെ ധനം ഏറ്റവും നല്ല രീതിയിലാണ് ഉപയോഗിക്കേണ്ടതെന്ന്, ആ നല്ല രീതിയിലാണ് അവർക്ക് വേണ്ടി അത് ചെലവഴിക്കേണ്ടതെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു. അന്യായമായി ഒന്നും വയറ്റിലേക്ക് പോകരുതെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു. വലാ തഖറബു മാലൽ യതീമി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ, യതീമിന്റെ ധനത്തിന്റെ അടുക്കിലേക്ക് നല്ല രൂപത്തിലല്ലാതെ നീ കടന്നു ചെല്ലരുതെന്ന് പഠിപ്പിച്ചു റബ്ബ് സുബ്ഹാനഹു വ തആല. സഹോദരങ്ങളെ, നമ്മളുടെ കുടുംബങ്ങളിൽ യതീമുകൾ ഉണ്ടെങ്കിൽ, നമ്മളുടെ അറിവിൽ യതീമുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ സംരക്ഷിക്കണം. സംരക്ഷിക്കാതെ തള്ളിക്കളയുക എന്നത് കാഫിറുകളുടെ സ്വഭാവമാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കൂട്ടത്തിലായി പോകുമോ എന്ന് നമ്മൾ ഭയപ്പെടണം. ഞാൻ ആ കൂട്ടത്തിലായി പോകാൻ പാടില്ല എന്ന ബോധ്യം നമുക്ക് വേണം. നമ്മളുടെ കയ്യിലുള്ള പണം ചെലവഴിക്കപ്പെടേണ്ടതാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കപ്പെടേണ്ടതാണ്, യതീമുകളുടെ മാർഗത്തിൽ വിനിയോഗിക്കപ്പെടേണ്ടവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസിനെ കുറിച്ച് ഇബ്നു വത്താഹ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഈ ഹദീസ് കേട്ടാൽ അത് അമലാക്കൽ, അത് ആ ഹദീസിന്റെ അവകാശമാണ്. ഈ ഹദീസ് കേട്ടാൽ അതനുസരിച്ച് പ്രവർത്തിക്കൽ അത് ഹഖാണ്. ഏതാണ് ആ ഹദീസ്? അന വകാബിലുൽ യതീമി ഫിൽ ജന്നതി ഹാകദ കഹാതൈനി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അന വകാബിലുൽ യതീമി ഫിൽ ജന്നതി കഹാതൈനി, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇങ്ങനെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജന്നത്തുൽ ഫിർദൗസിൽ ചോദിക്കുന്നവരെ, അത്യുന്നതമായ സ്വർഗം ആഗ്രഹിക്കുന്നവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ്? ജന്നത്തുൽ ഫിർദൗസിലാണ്. അവിടെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? അന വകാഫിലുൽ യതീം, യതീമിനെ സംരക്ഷിക്കുന്നവനും ഞാനും
ഇതുപോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരു നന്മയുണ്ടോ ഇസ്ലാം പഠിപ്പിക്കാതിരുന്നിട്ടില്ല. വലാ യഹുദ്ദൂന അലാ തആമിൽ മിസ്കീൻ. എന്താണ് കാഫിറുകളുടെ മറ്റൊരു സവിശേഷത അല്ലെങ്കിൽ വിശേഷണം? സവിശേഷതയല്ല, മറിച്ച് വിശേഷണം എന്താണ്? വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. മിസ്കീന്റെ വിശപ്പ് മാറ്റാൻ, മിസ്കീനിന് എന്തെങ്കിലും കൊടുക്കാൻ, അവന് ഭക്ഷണം നൽകാൻ അവൻ എന്ത് ചെയ്യുന്നില്ല? അവൻ പ്രേരിപ്പിക്കുന്നില്ല. മിസ്കീനിന്റെ വിശപ്പ് മാറ്റാൻ പ്രയാസപ്പെടുന്നില്ല, അല്ലെങ്കിൽ പരിശ്രമിക്കുന്നില്ല. മിസ്കീന്മാർ നമ്മളുടെ നാട്ടിൽ ആവോളമുള്ളത് നമുക്കറിയാം, അയൽവക്കത്തുള്ളതറിയാം. പക്ഷേ പരിശ്രമിക്കുന്നില്ല. എന്താണ് അവന്റെ ആവശ്യമെന്ന് അന്വേഷിക്കുന്നില്ല. ആരും നൽകാനില്ലാത്തവനാണ് മിസ്കീൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഉരുളകളോ രണ്ടുരുളയോ കിട്ടിപ്പോകുന്നവനല്ല മിസ്കീൻ. പക്ഷേ മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഭക്ഷിപ്പിക്കാൻ ആരുമില്ലാത്തവനാണ്. അങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ട്, പാവപ്പെട്ടവർ, ചോദിക്കാൻ ലജ്ജിക്കുന്നവർ, അവന്റെ കയ്യിലൊന്നുമില്ല എന്നാരെയും അറിയിക്കാത്തവർ. ആ മിസ്കീനിനെ സംരക്ഷിക്കാൻ, അവന് ഭക്ഷണം നൽകാൻ. പക്ഷേ കാഫിറുകൾക്ക് താല്പര്യമില്ല. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ആ സ്വഭാവമുള്ളവരാകരുത്. മറിച്ച് ചെലവഴിക്കണം റബ്ബിന്റെ മാർഗത്തിൽ. പാവപ്പെട്ടവരുണ്ടോ? ഭക്ഷിപ്പിക്കണം. وَيُطْعِمُونَ الطَّعَامَ عَلَى حُبِّهِ مِسْكِينًا وَيَتِيمًا وَأَسِيرًا. അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നിട്ട് കൂടി, ആവശ്യമുണ്ടായിരുന്നിട്ട് കൂടി അവർ പാവപ്പെട്ടവരെയും അനാഥകളെയും അതുപോലെ തന്നെ തടവുകാരെയും ഭക്ഷിപ്പിക്കുന്നു. എന്നിട്ട് പറയും, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്, ഞാൻ നിങ്ങളെ ഭക്ഷിപ്പിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം എന്നാഗ്രഹിച്ചിട്ടല്ല, നിങ്ങളെന്തെങ്കിലും നന്ദി കാണിക്കണം എന്നാഗ്രഹിച്ചിട്ടല്ല. ഇന്നലെ കൊടുത്തവനാണ്, ഇപ്പോൾ അതാ ഒന്നും ചെയ്യാത്തവനെ, ഒന്നും കിട്ടാത്തവനെ പോലെ പോകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. അവനെന്താ തിരിഞ്ഞു നോക്കാത്തത് എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടല്ല. അവനെന്താ ഒന്ന് ചിരിക്കാത്തത് എന്ന് ആലോചിക്കാൻ വേണ്ടിയല്ല. മറിച്ച് ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്, അള്ളാഹുവിന്റെ പേരിലാണ് ഞങ്ങൾ ഇത് തന്നത്, അതല്ലാതെ നീ ചിരിക്കാൻ വേണ്ടിയല്ല, നിന്റെ നന്ദിക്ക് വേണ്ടിയല്ല എന്ന് അവനെ ആക്ഷേപിക്കാനല്ല, മറിച്ച് മനസ്സിൽ പറയാൻ. അവൻ നന്ദി പ്രതീക്ഷിക്കാനല്ല, മറിച്ച് റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോൾ ഈ കണക്കുകൾ അവിടെ എനിക്ക് കാണപ്പെടാൻ വേണ്ടിയാണ്, ഇഖ്ലാസോടുകൂടി ചെയ്യാനാണ് സഹോദരങ്ങളെ. അതിനാൽ ഈ വസ്ഫുകൾ നമ്മളിൽ ഇല്ല എന്ന് നമ്മളെല്ലാവരും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മറിച്ച് നമ്മളിൽ ഉണ്ടാകേണ്ട വിശേഷണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി, യതീമുകളാണെങ്കിൽ യതീമുകൾ, പാവപ്പെട്ടവനാണെങ്കിൽ പാവപ്പെട്ടവർ, അവരെ ഭക്ഷിപ്പിക്കാൻ, അവരെ സഹായിക്കാൻ, അവരെ സംരക്ഷിക്കാൻ, അവർക്ക് താങ്ങാകാൻ നമുക്കാകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അബ്ഗൂനി അൽ ഫുഖറാ, അബ്ഗൂനി അൽ ഫുഖറാ. ഈ അബ്ഗൂനി അൽ ഫുഖറാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ഫുഖറാക്കളെ എനിക്ക് കൊണ്ടുതാ, ഫുഖറാക്കളെ എന്നിലേക്ക് അടുപ്പിക്കും. എന്താണ് അവരുടെ അവസ്ഥ? ഫുഖറാക്കളെ എന്തിനാണ് അടുപ്പിക്കുന്നത്? ഇന്നമാ തുൻസറൂന വതുർസഖൂന ബിഫുഖറായിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഹദീസിന്റെ ആശയം ഇതാണ്. നിങ്ങൾ സഹായിക്കപ്പെടുന്നതും നിങ്ങൾക്ക് റിസ്ക് നൽകപ്പെടുന്നതും ഈ പാവപ്പെട്ടവരെ കൊണ്ട് മാത്രമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പാവപ്പെട്ടവരെ കൊണ്ട് മാത്രമാണെന്ന്. മാത്രം, ഇന്നമാ എന്നതിന്റെ അർത്ഥം എന്താണ്? മാത്രമെന്നാണ്. തീർച്ചയായും പാവപ്പെട്ടവരെ കൊണ്ടാണ് നിങ്ങൾക്ക് റിസ്ക് നൽകപ്പെടുന്നത്, നിങ്ങൾ സഹായിക്കപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പലപ്പോഴും എന്റെ പണം എന്തിന് അവന് കൊടുക്കണം? നിനക്ക് കിട്ടിയത് അവനെ കൊണ്ടാണ്, അവന് ലഭിക്കാൻ വേണ്ടി, അവന് കൊടുക്കാൻ വേണ്ടി നിന്റെ കയ്യിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചതാണത്. അവന് കൊടുത്തത് കൊണ്ടാണ് റബ്ബ് നിനക്ക് ഏറ്റി തന്നത്. നിനക്കെങ്ങനെ പറയാൻ, നിനക്കെങ്ങനെ നിഷേധിക്കാൻ കഴിയും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് റിസ്ക് നൽകപ്പെടുന്നത്, നിങ്ങൾക്ക് ഉപജീവനം നൽകപ്പെടുന്നതും നിങ്ങൾ സഹായിക്കപ്പെടുന്നതും
പാവപ്പെട്ടവരെ കൊണ്ട് മാത്രമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്കെങ്ങനെയാണ് അവന്റെ മേൽ അഹന്ത നടിക്കാനാവുക, അവനെ സഹായിക്കാതിരിക്കാനാവുക, അവനെ അടുപ്പിക്കാതിരിക്കാനാവുക? അബൂ ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസബ്ഇ ഖിസാലിൻ. എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 കാര്യങ്ങൾ പഠിപ്പിച്ചു. ഏതാണ് 7 കാര്യങ്ങളിൽ? ഒന്ന്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിഹുബ്ബിൽ മസാകീൻ വദ്ദുനുവി മിൻഹും. മിസ്കീന്മാരെ, പാവപ്പെട്ടവരെ സ്നേഹിക്കണം, അവരോട് അടുക്കണം, അവരുടെ അടുപ്പം കാണിക്കണം, അടുപ്പിക്കണം അവരെ, അകറ്റലല്ല. മറ്റുള്ളവർ നിസാരപ്പെടുത്തുമ്പോൾ നീ അവരെ ഉയർത്തണം. മറ്റുള്ളവർ അവരെ പരിഗണിക്കാതിരുന്നപ്പോൾ, മറ്റുള്ളവർ അവർക്ക് പുഞ്ചിരി നൽകുന്നതിൽ പിശുക്ക് കാണിച്ചപ്പോൾ നീ അവരോട് പുഞ്ചിരിക്കാൻ, അവർക്കുള്ള പരിഗണന നീ ആവോളം നൽകണം. നീ അവരെ അടുപ്പിക്കണം. ആരും പരിഗണിക്കാത്തവരെ നീ പരിഗണിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിഹുബ്ബിൽ മസാകീൻ, മിസ്കിന്മാരെ ഇഷ്ടപ്പെടാൻ, വദ്ദുനുവി മിൻഹും, അവരോട് അടുക്കാൻ സഹോദരങ്ങളെ പരിശ്രമിക്കേണ്ടതുണ്ട്. കാഫിറുകളായ ആളുകളുടെ ഒരു വിശേഷതയും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന യഥാർത്ഥ ദീൻ നമ്മളുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അമ്മാ ബഅദു, അതിനുശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ. അതിനുശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിസ്കാരക്കാർക്കാകുന്നു നാശം, നിസ്കാരക്കാർക്ക് നാശം. ഈ ഭാഗമാണ് മദനിയായ ഭാഗമെന്ന് ഉലമാക്കൾ പറഞ്ഞ ഭാഗം. കാരണം നിസ്കാരവും അതുപോലെ നിസ്കാരക്കാർക്ക് നാശമെന്ന് പറയപ്പെടാൻ പറ്റിയ ആളുകളുമൊക്കെ പ്രത്യക്ഷപ്പെട്ടത് മദീനയിലാണ്. അവരാരാണ്? മുനാഫിക്കുകളാണ്. ആദ്യഘട്ടത്തിൽ പറഞ്ഞത് അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, കുഫാറുകൾ എന്നറിയപ്പെട്ട മുശ്രിക്കുകളായ ബഅസിൽ നിഷേധിക്കുന്ന ആളുകളാണ്. രണ്ടാമത്തെ ആളുകൾ നിസ്കരിക്കും, പക്ഷേ അവർക്ക് നാശമുണ്ട്. നിസ്കരിക്കുന്ന നാശമുള്ള ആളുകൾ അവർ പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണ്? മദീനയിലാണ്. അവരാണ് മുനാഫിക്കുകൾ. മുനാഫിക്കുകൾ നിസ്കരിക്കും, പക്ഷെ അവർക്ക് നാശമാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, മുസല്ലീങ്ങൾക്ക്, നിസ്കരിക്കുന്നവർക്ക് നാശം. ഇതെന്താണ്? ഇതെങ്ങനെയാണ് ശരിയാവുക? എന്താണ് ഇക്കാര്യം? എന്തിനാണ് അവർക്ക് നാശം? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. വെറുതെ നിസ്കാരക്കാർക്ക് നാശമെന്നല്ല, മറിച്ച് നിസ്കാരത്തിന്റെ വിഷയത്തിൽ അശ്രദ്ധ കാണിക്കുന്ന നിസ്കാരക്കാർക്ക് നാശം. ദുഹറിനുണ്ടാകും, അസറിനുണ്ടാകില്ല. മഗ്രിബിനുണ്ടാകും, ഇശായിന് ചിലപ്പോൾ ഉണ്ടാകാം, ഫജ്റിന് എന്തായാലുമില്ല. സ്കൂളിൽ പോകുന്ന മക്കളാണെങ്കിൽ ദുഹറും അസറുമില്ല, ട്യൂഷൻ ഉണ്ടെങ്കിൽ മഗ്രിബുമില്ല. ഇനി അതിൻ്റെയൊക്കെ ക്ഷീണം തീർത്ത് ഉറങ്ങുകയാണെങ്കിൽ ഫജ്റുമില്ല. ഇനി അതൊക്കെ ചെയ്യുന്ന മക്കളുണ്ടെങ്കിൽ വളരെ കുറവാണ് താനും. ഇനി അതല്ലാത്ത ആളുകൾ, ജോലിയുണ്ട്, ദുഹറില്ല, അസറില്ല, കളിക്കാൻ പോകാനുണ്ട്, ഇശാ ഇല്ല, കളി കഴിഞ്ഞ് ക്ഷീണം തീർക്കാനുണ്ട്, ഫജ്റുമില്ല. ഈ രൂപത്തിൽ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരായവർ, ഇങ്ങനെ പൂർണ്ണമായി നിസ്കാരത്തെ ഒഴിവാക്കിയ ആളുകളെ കുറിച്ചല്ല ചർച്ച. മറിച്ച് ദുഹറുണ്ടാകാം, അസറുണ്ടാവില്ല. അല്ലെങ്കിൽ 4 നേരവും നിസ്കാരം ഉണ്ടാകാം, 1 നേരം നിസ്കാരമില്ല. അവർ അശ്രദ്ധരാണ്. അവർക്ക് പല കാര്യങ്ങളുണ്ട്, തിരക്കുകളുണ്ട്. കണ്ണ് നൽകിയ, കാത് നൽകിയ, ലോകത്തെ മുഴുവൻ അനുഗ്രഹങ്ങളും നൽകിയ, ആവോളം മഴ വർഷിച്ചുകൊണ്ട് വെള്ളം നൽകിയ, വായു നൽകിയ, സൂര്യനെ നൽകിയ, അതുപോലെ തന്നെ ലോകത്ത് എന്തൊക്കെ അനുഗ്രഹങ്ങൾ എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത അത്രമാത്രം അനുഗ്രഹങ്ങൾ നൽകിയ, നമ്മളുടെ ഒന്നും ആവശ്യമില്ലാതെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം നൽകിയ, നമ്മളാരും ശ്രദ്ധിക്കാതെ ഓക്സിജൻ വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്ന ശ്വാസകോശം നൽകിയ
അതുപോലെ തന്നെ മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയാനുള്ള നാവ് നൽകിയ, ആഗ്രഹമുള്ളതിനടുത്തേക്ക് ചെന്ന് കയറാൻ കാലുകൾ നൽകിയ, കൈകൾ നൽകിയ ആ റബ്ബ് സുബ്ഹാനഹു വ തആല നിന്നോട് മറ്റൊന്നും ചോദിച്ചിട്ടില്ല. വാടക ചോദിച്ചിട്ടില്ല, വില ചോദിച്ചിട്ടില്ല. മറിച്ച് നിന്നോട് ചോദിച്ചത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് അവർക്ക് കൈകാലുകളും അതുപോലെ തന്നെ മുഴുവൻ അനുഗ്രഹങ്ങളും നൽകിയത് എന്നെ ആരാധിക്കാൻ വേണ്ടിയാണെന്ന് മാത്രം പറഞ്ഞിട്ട് മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ, ഞാൻ അവരിൽ നിന്നും ഒന്നും ഉപജീവനം പ്രതീക്ഷിക്കുന്നില്ല, പൈസ ആഗ്രഹിക്കുന്നില്ല, റിസ്ക് വേണ്ട, തീറ്റ വേണ്ട, ഇബാദത്ത് ചെയ്താൽ മതി, 5 നേരം നിസ്കരിച്ചാൽ മതി, സക്കാത്ത് കൊടുത്താൽ മതി, സൗമ നോമ്പ് നോറ്റാൽ മതി എന്ന് പറഞ്ഞപ്പോ നിനക്ക് സമയമില്ല, നിനക്കതിനൊന്നും സമയമില്ല, ഒഴിവില്ല, തിരക്കിലാണ്, കളിക്കാനുണ്ട്, ജിമ്മിൽ പോകാനുണ്ട്, ജോലി തിരക്കാണ്. ആ ജോലി ചെയ്ത് നീ നിറക്കുന്ന വയറ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജീകരിച്ച സജ്ജീകരണമാണ്. അതിലേക്കാണ് നീ ഭക്ഷണം നിറക്കുന്നത്. അങ്ങനെ ഇബാദത്തുകൾ അതിൽ അശ്രദ്ധ കാണിക്കുന്നവർ, പാടെ ഒഴിവാക്കുന്നവരല്ല. ഫവൈലുൻ, അവർക്ക് വൈലുണ്ട്, നാശമുണ്ട്. മറ്റൊരർത്ഥത്തിൽ വൈൽ എന്ന് പറഞ്ഞാൽ നരകത്തിലെ താഴ്വരയാണ്. അതുണ്ടെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിസ്കാരം മുഴുവനായി ഉപേക്ഷിക്കുന്നവരെ കുറിച്ചല്ല, മറിച്ച് നിസ്കാരത്തെ കുറിച്ച് അശ്രദ്ധരാകുന്നവർ, അൻ സലാത്തിഹിം, അവരുടെ നിസ്കാരത്തെ കുറിച്ച് അവർ അശ്രദ്ധരാണ്. ഷാഹൂൻ, അവർ അശ്രദ്ധരാണ്, മറന്നുപോയി, അവർക്കത് വലിയ ഗൗരവമുള്ള വിഷയമല്ല. ഇനിയോ അല്ലദീന ഹും യുറാഊൻ, കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുകയാണ്, കടമയാണ്. വീട്ടുകാർ ചോദിക്കുന്നു, നാട്ടുകാരെന്തേ എന്ത് വിചാരിക്കും, ബാധ്യത തീർക്കുകയാണ്, യാന്ത്രികമായുള്ള പ്രവർത്തനങ്ങളാണ്. അല്ലദീന ഹും യുറാഊൻ, ആളുകളെ കാണിക്കാൻ. ആളുകൾ കാണുന്ന സമയത്ത് ഉഷാറ് കൂടും. മഗ്രിബിന്റെ സമയമാണെങ്കിൽ എല്ലാവരും പള്ളിയിൽ ഒരുമിച്ച് കൂടും, അപ്പൊ ഞാനും ഉണ്ടാകും അവിടെ. ഫജ്റിന്റെ സമയത്ത് കുറച്ചാളുകളെ ഉള്ളൂ, ചോദിക്കാനും ആരുമില്ല, ഞാനും അവരുടെ കൂടെ ഉറക്കത്തിലാണ് എന്ന തീരുമാനം, എന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ നിസ്കാരങ്ങളെ തൊട്ട് സഹോദരങ്ങളെ, നിസ്കാരങ്ങളെ മുഴുവനായി ഉപേക്ഷിക്കുക എന്നത് കാഫിറാണ്, കുഫറാണ്, അവൻ കാഫിറാണ്. നിസ്കാരങ്ങളെ ഭാഗികമായി ഉപേക്ഷിക്കുക എന്നതും കുഫറാണ്, അവനും കാഫിറാണ്. അതുപോലെ തന്നെ നിസ്കാരത്തെ അതിന്റെ സമയം കഴിയുന്നത് വരേക്ക് വൈകിപ്പിക്കുന്നതും അതും കുഫറാണ്, അത് ചെയ്യുന്നവനും കാഫിറാണ്. അവന്റെ നിസ്കാരം ശരിയാവുകയില്ല. കരുതി കൂട്ടിക്കൊണ്ട് നിസ്കാരം വൈകിപ്പിക്കുക, നിസ്കാരം സമയം കഴിയും വരേക്ക്, അവനും കാഫിറാണ്, അവനും മുസ്ലിമല്ല, കാരണം അവൻ നിസ്കരിച്ചിട്ടില്ല. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, വീട്ടിൽ നിസ്കരിക്കുന്നവർ. എവിടെ നിസ്കരിച്ചോ? നിസ്കരിച്ചു. എവിടെ? വീട്ടിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ചു പോയി ഒരാളെ ഇമാമ നിർത്താൻ ഏൽപ്പിച്ചിട്ട് ചില ആളുകളുമായി വിറകുഞ്ചുമെന്ന് അവരുടെ വീടുകളിൽ പോയി വീട് കത്തിച്ചു കളയാൻ ഞാൻ ആഗ്രഹിച്ചു പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആളുകൾ ഞാനുണ്ടോ, നിങ്ങളുണ്ടോ? നമ്മൾ ആലോചിക്കണം. ജമാഅത്തുകൾ കളഞ്ഞ ആളുകളെ കുറിച്ചാണ്, നിസ്കാരം കളഞ്ഞ ആളുകളെ കുറിച്ചല്ല ഈ പറഞ്ഞത്, വീട്ടിൽ നിസ്കരിക്കുന്ന ആളുകളെ കുറിച്ചാണ്. വീട്ടിൽ നിസ്കരിക്കാൻ നിനക്കൊരു ഒഴികഴിവുമില്ല, യഥാർത്ഥത്തിലുള്ള ഒഴികഴിവില്ലാതെ നീ രോഗിയായി കിടപ്പിലാണ് എങ്കിൽ അത് വേറൊരു ഉദ്റാണ്. നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതൊക്കെ അത് ശരിയാണ്. പക്ഷേ അതല്ലാത്ത അവസ്ഥയിൽ നീ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരൽ നിന്റെ മേൽ നിർബന്ധമാണ്. അല്ലാത്ത സമയത്ത് നീ അതിൽ വലിയ വൻപാപം ചെയ്യുന്നവനാണ്. ചെറുപാപമല്ല, വൻപാപം ചെയ്യുന്നവനാണ്. ഓരോ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നീ തൗബ ചെയ്യേണ്ടതുണ്ട്. നീ വീട്ടിൽ നിസ്കരിച്ചില്ലേ, നീ കുറ്റക്കാരനാണ്. നിസ്കരിച്ചോ? ആ നിസ്കരിച്ചു, കുറ്റക്കാരനാണ് നീ. എന്തേ? പള്ളിയിൽ ബാങ്ക് കേട്ടിട്ട്, അതല്ലെങ്കിൽ പള്ളിയിലെ ജമാഅത്ത് നടക്കുന്നത് അറിഞ്ഞിട്ട് നീ എന്ത് ചെയ്തിട്ടില്ല? നീ നിസ്കരിച്ചിട്ടില്ല, ജമാഅത്തിന്റെ കൂടെ നിസ്കരിച്ചില്ല, വീട്ടിൽ നിസ്കരിച്ചു. സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലദീന ഹും യുറാഊൻ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി. അടുത്തതായി റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, മുനാഫിഖുകളായ അതുപോലെ തന്നെ മുശ്രിക്കുകളായ ആളുകളിൽ പലരും ചെയ്തു വരുന്ന മറ്റൊരു വിശേഷണമാണ് വയംനഊനൽ മാഊൻ, പരോപകാര വസ്തുക്കൾ, വലിയ ചെലവില്ലാത്ത, വീട്ടിലങ്ങനെ ഉപയോഗിക്കുന്ന, അയൽവക്കക്കാരനും ഉപയോഗപ്പെടുന്ന
തൻ്റെ അടുത്തുള്ള ആളുകൾക്ക് ഉപയോഗപ്പെടുന്ന പല വസ്തുക്കളും ഉണ്ടാകും. ചോദിച്ചു, ഇപ്പൊ ശരിയാവുകയില്ല, ഇപ്പൊ അങ്ങനെയാണ്, ഇപ്പൊ അതാണ്, ഇപ്പൊ ഇതാണ്, ആവശ്യങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട്, അത് ഒഴിഞ്ഞിട്ടില്ല, വെറുതെ ഇരിക്കുകയാണ്. പക്ഷേ തരാൻ മനസ്സില്ല. പരോപകാര വസ്തുക്കൾ അത് തടയുന്നവർക്ക് ആരുടെ വിശേഷണമാണുള്ളത്? മുനാഫിഖിന്റെയും മുശ്രിക്കിന്റെയും വിശേഷണമാണ്. മാഊൻ എന്ന് പറഞ്ഞാൽ ഈ പിക്കാസ്, കൈക്കോട്ട്, അതുപോലെയുള്ള പല സാധനങ്ങളും ഉണ്ടാകും. അത് ഉപ്പാകാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും വസ്തുക്കളാകാം, ചെറിയ ചെറിയ വസ്തുക്കൾ. അത് കൊടുത്തത് കൊണ്ടൊരു നഷ്ടവും സംഭവിക്കാനില്ല, ഒരു സഹായമാകുമെന്നേ ഉള്ളൂ. പക്ഷെ അതും തടയുന്നു. അവർ ആരാണ്? അവർക്ക് വയിലുണ്ട്, നാശമുണ്ട്. ദീനിനെ കളവാക്കിയവരുടെ വിശേഷണങ്ങളുള്ളവരാണവർ. സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെ ആയിത്തീരാൻ പാടില്ല. മറിച്ച് റബ്ബിന്റെ മാർഗത്തിനനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളാകാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന സത്യവിശ്വാസികളാകാൻ, മുസ്ലിമീങ്ങളാകാൻ, റബ്ബിന്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെടുന്നവരാകാൻ, നാളെ ഒരു പരലോകമുണ്ടെന്ന ബോധ്യത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ കഴിയുന്നവരാകണം. ആളുകൾക്ക് സഹായമാകണം. അതുപോലെ തന്നെ പാവപ്പെട്ടവന്റെ കൈത്താങ്ങാകണം. യതീമിന്റെ തല തടവുന്നവനാകണം. അവന് ഭക്ഷണം നൽകേണ്ട സമയത്ത് ഭക്ഷണം നൽകുന്നവനാകണം. പല ആളുകളും ഇന്ന് യതീമിന് വേണ്ടി പിരിവിനിറങ്ങും. 40% അവന്റെ പോക്കറ്റിലാണ്. ആർക്ക് വേണ്ടിയാണ് പൈസ വാങ്ങിയത്? 1 ലക്ഷം കിട്ടിയാൽ 40 അവന്റെ പോക്കറ്റിലാണ്. ബാക്കി 60 യതീമിനും. ആർക്ക് വേണ്ടിയാണ് കൊടുത്തത്? യതീമിന് വേണ്ടിയാണ് കൊടുത്തത്. ആരാണ് തിന്നത്? കമ്മിറ്റിയിലുള്ളവൻ, കമ്മിറ്റിക്കാരൻ. സഹോദരങ്ങളെ, അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. യതീമുകൾ നമുക്കറിയാവുന്നവരാണ്, നമ്മളുടെ കുടുംബങ്ങളിലുണ്ടാകും, നമ്മളുടെ പരിചയത്തിലുണ്ടാകും. അവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ചെലവാക്കാൻ, നൽകാൻ നമുക്കാകണം. അതല്ലാതെ യതീമിന്റെ പേരിൽ സമ്പാദനം നടത്തുന്ന ആളുകളിലല്ല നമ്മൾ കൊണ്ടുപോകേണ്ടത്. യതീമിന്റെ പേര്, യതീമിന്റെ ഫോട്ടോ, യതീമിങ്ങളെ ഫോട്ടോ ഉണ്ടോ? ഫോട്ടോ എടുക്കണം. 100 യതീമിനെ നിർത്തുന്നു, ഫോട്ടോ എടുക്കുന്നു. എന്താണ്? ഇവിടേക്ക് വരാനുണ്ട് പലതും. എന്തിനാണ്? ഏതാണ് ഈ പേഴ്സൻറ്റേജുകൾ? പിരിക്കുന്ന ആൾക്ക് പേഴ്സൻറ്റേജ്. സഹോദരങ്ങളെ, കണക്ക് പറയേണ്ടി വരും, റബ്ബിനോട് കണക്ക് പറയേണ്ടി വരും. മറിച്ച് യതീമുകൾ നമ്മളുടെ അറിവിലുണ്ടാകും, പരിചയത്തിലുണ്ടാകും, കുടുംബത്തിലുണ്ടാകും. സംരക്ഷിക്കുക. പാവപ്പെട്ടവർ നമ്മളുടെ അറിവിലുണ്ടാകും, പരിചയത്തിലുണ്ടാകും. സംരക്ഷിക്കുക. അവർക്ക് കൈത്താങ്ങാകുക, ഭക്ഷണം നൽകുക. അതുപോലെ തന്നെ ആർക്കാണോ ഭക്ഷണം നൽകാൻ സാധിക്കുന്നത് അവർക്കൊക്കെ ഭക്ഷണം നൽകുക. അത് പുണ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സത്യവിശ്വാസികളാക്കി നമ്മളെ ഉൾപ്പെടുത്തി നമ്മളെ പരിവർത്തിപ്പിക്കട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ദീനിനെ മുറുകെ പിടിക്കുന്ന, പിശുക്കിൽ നിന്നും രക്ഷപ്പെട്ട, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഉമ്മത്ത് ഈ ഒരു രൂപത്തിലേക്ക് മടങ്ങി വന്നാൽ, അള്ളാഹു പറഞ്ഞതുപോലെ മടങ്ങി വന്നാൽ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം പോലെ ജീവിക്കാൻ നമുക്കാകും. അതല്ല എങ്കിൽ നമ്മളുടെ മേൽ താത്താറുകൾ ഭരിച്ചിരുന്ന ഭരണം നമ്മൾ പ്രതീക്ഷിച്ചു കൊള്ളുക. അതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ, ആ അവസ്ഥയിൽ നിന്നും, ദുരവസ്ഥകളിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഇസ്സത്തിന്റെ ജീവിതത്തിലേക്കാണോ പോകേണ്ടത് എന്ന് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി കടക്കുക. അതല്ലാതെ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. എന്തൊക്കെ പണമുണ്ട്, നിന്റെ കയ്യിൽ പണമുണ്ട്, 2 നില വീടുണ്ട്, 3 നില വീടുണ്ട്. ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ ഒരു ബുൾഡോസർ വന്നത് പൊളിച്ചു നീക്കിയേക്കാം. നീ തെരുവിലിറങ്ങേണ്ടി വരും. ഇന്നലെ വരെ അഹങ്കരിച്ചിരുന്ന വീടാണ്. പക്ഷേ നിന്റെ കാറുകൾ പാർക്ക് ചെയ്യാൻ പിന്നെ കാർ പോർച്ച് ഉണ്ടാകുന്ന ഒരു ദിവസം ഉണ്ടാവുകയില്ല. ചിലപ്പോൾ അത് നശിപ്പിക്കപ്പെട്ടേക്കാം. പണമാണ് ഇസ്സത്തിന്റെ അടയാളമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തെ ഫ്രീസിങ് മതി. അവന്റെ അക്കൗണ്ടുകൾ അതിൽ നിന്നും ഒന്നും കിട്ടുകയില്ല. ഒരു ദിവസം ഒന്ന് ഫ്രീസായാൽ അതോടുകൂടി അവന്റെ അഹങ്കാരം തീർന്നു. ഇസ്സത്തായവൻ കരുതിയിരുന്ന പലതും നഷ്ടപ്പെടും. അതിനാൽ സഹോദരങ്ങളെ, ദീനിനെ ഇസ്സത്താക്കുക. അത് നിന്റെ മാംസത്തിലും മജ്ജയിലും കലർന്നു കഴിഞ്ഞാൽ നിനക്കൊരിക്കലും നിന്ദ്യത അനുഭവിക്കേണ്ടി വരികയില്ല. ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസപ്പെടുന്ന മുഅ്മിനീങ്ങൾക്ക് അവരുടെ പ്രയാസങ്ങൾ നീക്കി നൽകുമാറാകട്ടെ. ഗസയിലും അതുപോലെ തന്നെ ഉള്ള പ്രദേശങ്ങളിലും
പ്രയാസപ്പെടുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ മാറ്റി നൽകുമാറാകട്ടെ. അവരെ ഉപദ്രവിക്കുന്ന മുഅ്മിനീങ്ങളുടെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശക്തമായി പിടികൂടട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനും അതിൻ്റെ ആളുകൾക്കും ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅദ്ദീൻ وانصر اللهم الضعفاء من المسلمين والمؤمنين في كل مكان يا رب العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين.